അപ്പോൾ നമ്മളത് പയർ ഉപ്പേരി വയ്ക്കാനായിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടാ. പയർ മാത്രമല്ല, പയറിനുണ്ട്, കയ്പ്പയ്ക്കുണ്ട്, ചെറിയ പകുതി കയ്പ്പയ്ക്കായ കേട്ടാ. പിന്നെ ഒരു കായ, നേന്ത്രക്കായ, പിന്നെ പയർ അതരിഞ്ഞ് നമ്മൾ നേന്ത്രക്കായ ചെറിയ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ അതിൻ്റെ കറ കളഞ്ഞു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വെച്ചേക്കണം കേട്ടാ. പിന്നെ വല്ല വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് എഴുതിയിട്ട്. അപ്പോൾ നമ്മൾ പയർ ഉപ്പേരി വയ്ക്കാൻ പോവാണ്. പിന്നെ ഇന്നലെ വൈകുന്നേരം തുമ്പി വന്നിരിക്കുന്നൊക്കെ നമ്മൾ പാത്രത്തിൻ്റെ മുകളിൽ കുറേ നേരമായിട്ട് അവിടെ ചുറ്റിപ്പറ്റി നടക്കണം. വഴി തെറ്റി വന്നതാണ്. ചിക്കൻ കറി. പിന്നെ ഒരു ഗസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. ആരാന്ന് ഞാൻ പറയാട്ടാ. ചിക്കനിൽ നമ്മൾ കുറച്ച് കായിട്ട് വെച്ചതാണ്, നേന്ത്രക്കായ. പിന്നെ വൈകുന്നേരം പിന്നെ നമ്മുടെ പത്തിരി ഉണ്ടാക്കാനുള്ള പൊടി ഇത് കുഴച്ച് ചൂടൊക്കെ ആറി നന്നായി കുഴച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ. ചൂടാറിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നൊക്കെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വരുന്നുണ്ട് കേട്ടോ. വേപ്പിൻ്റെ എല്ലാം പൊട്ടിച്ച് കൊടുത്തൊക്കെ കഴിഞ്ഞു. ഇനി മേടിച്ചിട്ട് വേണം കേട്ടോ. കടയിൽ നിന്ന് മേടിക്കാൻ ഇഷ്ടമല്ല, എവിടെ വീടുകളിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക ചെയ്യാറ്. അപ്പം നമ്മൾ 10 രൂപയ്ക്ക് ഒരു പാക്കറ്റ് മേടിച്ചതാട്ടാ, കുത്തി പൊടിച്ച മുളക്. പിന്നെ ഇത് 1/2 സ്പൂണ് നമ്മുടെ ഈ മുളക് കൊടുത്തിട്ടുണ്ട്, നല്ലവണ്ണം പൊടിച്ച നമ്മുടെ പൊടി, നല്ല എരിവുണ്ട് മുളക്. മഞ്ഞൾപ്പൊടി, അപ്പോൾ നമ്മൾ പത്തിരി മാറ്റി നൂലപ്പാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. പത്തിരി വേണ്ടാന്നാണ് എല്ലാവരും പറയണേ. നൂലപ്പം മതി. നൂലപ്പം ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറേ നാളായി. നമുക്ക് നൂലപ്പം ഉണ്ടാക്കാം കേട്ടോ. എന്തായാലും കുഴയൊക്കെ കറക്റ്റാണ്. പത്തിരിയുടെ നൂലപ്പത്തിൻ്റെ ഒക്കെ കുഴ കറക്റ്റാണ്. നമുക്ക് നൂലപ്പം കുറഞ്ഞിട്ടോ. നല്ലൊരു മഴ ഇപ്പോൾ കഴിഞ്ഞുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അടുത്ത ആഴ്ച സംക്രാന്തി ആയില്ലേ? കർക്കിടക സംക്രാന്തി. സംക്രാന്തി ആകുമ്പോഴേക്കൊക്കെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി എന്നിട്ട് പഴയ കാലത്ത് എന്നിട്ട് കളയാൻ കൊണ്ടുപോയില്ലേ? എന്താ പറയുന്നേ? പൊട്ടീനെ ശരിയാട്ടോ. വണ്ടി അതിലിപ്പോൾ കണ്ടില്ലേ, പൊട്ടീനെ കൊണ്ട് കള. പൊട്ടനാര് കൊണ്ട് കളയണ കണ്ടിട്ടില്ല. പൊട്ടീനെ കൊണ്ട് കളയും. പെണ്ണുങ്ങൾ തന്നെ ഇപ്പൊ കൊണ്ട് കളയണമെന്നില്ലേ? അത് വേസ്റ്റൊക്കെ എവിടെയും കൊണ്ട് കളയും. വേസ്റ്റ് കൊണ്ടിരുന്നു പൊട്ടീന്നല്ലേ പറയാറ്. എന്നിട്ട് അതിന്റെ ഒരു പൊട്ടിയാള് ഞങ്ങൾ രക്ഷപ്പെട്ടത് കാരണം ഓട്ടനൊക്കെ കൊണ്ട് കളഞ്ഞ കഴിഞ്ഞ്. പൊട്ടിന്ന് പറയണതേ ഇങ്ങനെ കളിച്ച് വാരിയ വേസ്റ്റൊക്കെ ഇല്ലേ?
അതിനെന്തൊക്കെ ഒരു ഇതുണ്ട്, എനിക്ക് അതിനെ വെച്ചിട്ട് അത്രയ്ക്ക് അവിടെ ഇതുണ്ട് പറയണ കേട്ടിട്ടുണ്ട്. അവർ എന്തൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അത് നീ കേട്ടിട്ടുണ്ടോ? എന്തെന്നാ പറയാ? ആ അങ്ങനെ പറയണായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഏകദേശം ആയി വരുന്നു കേട്ടോ. ആയിട്ടില്ല, വെള്ളം വെച്ച് പായ അടിയെ പിടിക്കുന്നുണ്ട്. അത് പറയാണെങ്കിൽ അടിയെ പിടിക്കില്ല, പായ അടിയെ പിടിച്ചു തുടങ്ങി. തീ കുറഞ്ഞ് വയ്ക്കാൻ പറയുന്നത് പിന്നെ ഉള്ളിൽ കേൾക്കാറോ എന്നിട്ട് പിന്നെ ചേട്ടൻ നന്നായി പീച്ചാറിയെന്ന് പറഞ്ഞാൽ പീച്ച് തരുമോ? എന്നെ അങ്ങനെയല്ല, എന്നെ അങ്ങനെയല്ല പീച്ചണ്ടേ. പിന്നെ അത് തിരിച്ചല്ലല്ലോ, തിരിക്കല്ല. എനിക്ക് തിരിക്കലറിയില്ല, അറിയില്ല. എന്റെ കൈമ എണ്ണയാണ് പറ്റൂല. അത് തിരിക്കോ? വട്ടം തിരിച്ചാൽ മതിയാ. അപ്പം നമ്മുടെ പത്തിരി കൃത്യറവുണ്ടോന്നല്ല, എന്നാലും കുഴപ്പമില്ല, ചെറുതായി മാത്രം. നമ്മുടെ പത്തിരി വെന്തുണ്ട് കേട്ടോ. എടുത്ത് നമുക്ക് നമുക്കത് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കാം. മഴ വരുന്നതാണ് കേട്ടോ. മാസമൊന്നും ആയിട്ടൊന്നുമില്ല, ന്യൂനമർദ്ദമായി വരുമ്പോൾ ഒരു പെയ്യും. അതാണ്. മറിച്ചിട്ട് അപ്പം നമ്മൾ നൂലപ്പം വെന്ത് സെറ്റ് ചെയ്യണ്ട. ആദ്യം നൂലപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ച് കുഴച്ചു. അപ്പം ലേശം വെള്ളം കൂടുതലായിട്ടാ. പിന്നെ ഞാൻ ആലോചിച്ചു പത്തിരി ഉണ്ടാക്കിയാലോ എന്ന്. പത്തിരി ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ എനിക്ക് വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു പത്തിരി വേണം, നമുക്ക് നൂലപ്പം തന്നെ മതി, പത്തിരി എന്നും പത്തിരി എന്നിട്ടുള്ള ചീത്ത. അപ്പം വീണ്ടും നമ്മൾ നൂലപ്പത്തിലേക്ക് തന്നെ പോയിട്ടാ. പിന്നെ നമ്മുടെ ചിക്കൻ ഇന്നലത്തെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കറിയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. പിന്നെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, ഗസ്റ്റിനെ കൂടി ഞാൻ കാണിക്കാൻ പോവാണ്. ഞാൻ ഗസ്റ്റ് അല്ല കേട്ടോ. അല്ല, ഞാനാണ് ഇത് മെയിൻ ആള്. അതെ, ഞാൻ ഗസ്റ്റ് ആക്കിയിട്ടവളെ തന്നെ. നല്ല വൈകുന്നേരമാണ് എൻ്റെ പൊന്നു വന്നേട്ടാ. വൈകുന്നേരമാണ് വന്നത്. പെട്ടെന്നായിരുന്നല്ല, എന്നിട്ട് പെട്ടെന്ന് വന്നു. എനിക്ക് വന്നോളൂ കേട്ടോ. 9:30 വിളിച്ച് ഞാൻ തോറ്റു. അവിടെ നേരത്തെ ഇരിക്കണതാ. അവിടെ വന്നിട്ട് തണാവ്. അവിടെ രാവിലെ എണീക്കുമ്പോട്ടില്ല, വൈകുന്നേരം കിടക്കുമ്പോൾ ഭയങ്കര ഒരു കല്ലുമ്പോ കിടക്കണം പോലെ ഇരിക്കും. പക്ഷെ രാവിലെ എണീക്കുമ്പോ മഞ്ഞ് കിടക്കാൻ പോലെ ഇരിക്കും. പക്ഷെ വീണ്ടും കിടക്കാതെ അങ്ങനെ എണീറ്റ് ഒരു 5 മിനിറ്റിന് കൊണ്ട് കട്ടിലും വരുന്ന കഴിഞ്ഞാൽ ഞാൻ വന്ന് വീഴും. അത് തന്നെ എണീറ്റ വശം ഞാൻ ബ്രഷ് എടുത്ത് ഓടും. മോൻ കഴി കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന അപ്പൊ തന്നെ അങ്ങോട്ട് വീഴൂല്ലേ. 5 മിനിറ്റ് കൂടുതൽ എന്നെ മനസ്സിലായി. അങ്ങനല്ല, കണ്ടില്ല കിടക്കണം നീ വെറുതെ വേണ്ട, പഠിക്കണം, എക്സാം ആയിട്ടില്ല, ഡേറ്റ് വന്നിട്ടില്ല, പഴയ കിടക്കാൻ പറ്റില്ല. സെക്കൻഡ് ഇയർ ആണ്, കുറെ പഠിക്കണ്ട, ഉറങ്ങാതെ പറ്റില്ല, വേണമെങ്കിൽ കിടക്കണം. ഇതാരാ പറയണ്? മനസ്സ്, എന്റെ മനസ്സ്. 7 മണിയാകുമ്പോ എണീക്കുന്നുണ്ട്. ആഹാ, അപ്പൊ 4 മണിക്കേറ്റ് പഠിക്കണോ 5 മണിക്കേറ്റ് പഠിക്കണോ എന്നൊക്കെ പറയണതോ?
അല്ല എണീക്കാറുണ്ട് പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസം അങ്ങനെയാ. ആ അവ ദൈവത്തിനറിയാ. ദൈവത്തിന് അറിയാം. അല്ല, ദൈവമേ, അറിയാം. ദൈവത്തിന് അറിയാം. ആ അല്ല, ഉറക്കപ്പിരാന്തിയാണ് കേട്ടാ. എക്സാം ഉള്ള സമയത്ത് ഞാൻ നേരത്തെ എണീക്കൂട്ടാ. എക്സാം ഉള്ള സമയത്തൊക്കെ കാരണം എനിക്ക് പഠിച്ചു കഴിഞ്ഞില്ലേ അപ്പൊ 7 മണിക്ക് എന്റെ എപ്പോഴാ കുളിച്ച് യാത്രയാവാ? പെട്ടെന്നാവും. സ്പീഡില് ചെയ്യും. എന്നിട്ട് പിന്നെ വേറെ പണിയൊന്നും ഫുഡ് കറക്റ്റിന് കഴിക്കില്ലേ? 2 ഇഡ്ഡലിയാ? പിന്നെ പറയണത് കാപ്പി അപ്പൊ കാപ്പിയാണ് അവിടത്തേക്ക് രാവിലെ അത് കുടിക്കണ ഭയങ്കര നഷ്ടമായിട്ടാണ്. അത് കുടിക്കണപ്പോ നിങ്ങൾക്ക് ക്ലാസ്സിൽ പോയി ഉറക്കം വരും. അത് കുടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ഞാൻ എപ്പോഴേക്ക് മനസ്സിലായത് സയന്റിഫിക് കുറെ കാര്യങ്ങളുണ്ട് അതില്. കാരണം കാപ്പി കുടിച്ച് നമ്മുടെ ബ്രെയിനൊന്നും ഉഷാറാവുന്ന 100% കറക്റ്റ് കിട്ടും. കാരണം ഞാന് അവിടെ കാപ്പി കുടിക്കുന്ന ഒരു ദിവസം ഭയപ്പെടുന്നു. എനിക്ക് ഫുള്ള് കണ്ണാണ് ക്ലാസ്സിൽ ഇരിക്കാനേ പറ്റുന്നില്ല. കണ്ണടഞ്ഞു പോയിരുന്നു. പക്ഷെ കാപ്പി കുടിച്ച് പോകുമ്പോൾ നല്ല ഉഷാറായിട്ട്. അതെ. അപ്പൊ നമുക്ക് കാപ്പി കുടിക്കാം. ഇത് കാപ്പിന്റെ ചായല്ലേ? അവിടെ ചായ അത് കട്ടൻ കാപ്പി. ഓക്കെ, നമുക്ക് നൂലപ്പം മറിച്ചും കഴിക്കാതെ ഞാൻ ഉദ്ദേശിച്ച. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാപ്പി കുടിക്കാതെ ഉദ്ദേശിക്കുന്നത് കഴിക്കാനാണ്. അപ്പം ചായ കുടിക്കാൻ ഞാൻ ഇങ്ങനെ പാൽ ചായ ഒന്നും കുടിക്കില്ല. വൈകുന്നേരം പാൽ ചായ ഉണ്ടാവും അവിടെ. പക്ഷെ എനിക്ക് കട്ടൻ ഇഷ്ടം. അതൊക്കെ അവിടെ ഫ്രീ ആയിട്ട് കിട്ടണതാട്ടാ. ഇതിന് കട്ടൻ ചായ കിട്ടണതാ. ശരിക്കും കട്ടൻ ഇഷ്ടം. കാരണം അതില് എന്താ പാൽ ചായ രണ്ടോട്ടം മുങ്ങിപ്പോയി കവ കെട്ട് വരിക. പിന്നെ അവിടെ പോയി ഗുളിക കഴിക്കാനും കിടക്കാനും നേരമില്ല. പിന്നെ കട്ടൻ ചായ അതിന് കുറച്ച് പൊതിനയിലേക്ക് ഇട്ടിട്ടേക്ക് നല്ല ചൂടിട്ട് ചൂട് മഴയടക്കി കൊണ്ടുപോകുമ്പോ കൈകൂടെ കുലിക്കുന്നതല്ല റൂമിലേക്ക് കൊണ്ടുപോകുമ്പോ. അപ്പൊ നമുക്ക് ഇനി കഴിക്കണത് കാണിക്കാം. ഹലോ ഗൈസ്, നൂലപ്പത്തിന്റെ പാലുണ്ട് ഗൈസ്. ഇറച്ചി കറിയാണ് കേട്ടോ നൂലപ്പത്തിലേക്ക്. ഇവർക്കാണെങ്കിൽ പാലും പഞ്ചസാരയാ വേണ്ടോ. നാളികേരം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പാലെടുത്തില്ല. ഇറച്ചി ഉള്ളത് കൊണ്ട് പിന്നെ അത് കൂട്ടി കഴിക്കാന്ന് കരുതി. കഴിക്കാൻ പോവാണ് നമ്മള്. അതെ, കഴിക്കാൻ പോവാണ്. ചിക്കൻ എടുക്കേണ്ട ആവശ്യമില്ല. പാല് പഞ്ചസാര 4 ദിവസം സഹിക്കണം ട്ടാ. വീഡിയോയില് നിങ്ങളും സഹിക്കേണ്ടി വരും. കണ്ണിക്കേടായിട്ട് വന്നതാണ്. ഞാനിപ്പോ വന്നപ്പോ എന്നെ സഹിക്കണം. സ്പീക്കറാണ്. എവിടെ എന്റെ ബാഗ്? അപ്പൊ നമ്മൾ ഇത് കഴിക്കാൻ ഇന്നത്തെ വിശേഷം എന്തൊക്കെയായിരുന്നു ട്ടാ. അപ്പൊ അപ്പോസ് സ്കൂളിൽ പോയി. അവനെ സ്കൂളിൽ വിട്ടു. അപ്പോസ് സ്കൂളിൽ പോയിട്ടാ. ആദ്യം പത്തിരി ഉണ്ടാക്കാൻ നോക്കി. പിന്നെ നൂലപ്പാക്കി. പിന്നെ പത്തിരിയാക്കി. പിന്നെ നൂലപ്പാക്കി. ലാസ്റ്റ് ആകെ കൺഫ്യൂഷനായി. അമ്മ ഉണ്ടാക്കുമ്പോ എന്തെങ്കിലും എക്സ്ട്രാ വിഭവം ഉണ്ടാവും. അതിന്റെ കൂടെ കോഴിക്കോട്ടെ അത് ലാസ്റ്റ് പിന്നെ കളയണമെന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് അതിലൊരു സീക്രട്ട് സാധനം നിറച്ചിട്ടുണ്ട്. ചിക്കൻ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ പോയി എടുത്ത് കഴിക്കുക. അത് കണ്ട സീക്രട്ട് സാധനം എന്ന് പറഞ്ഞത്. അത് അമ്മ ചിക്കൻ്റെ ഉള്ളിൽ കാശാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പൊ നമ്മള് ചായ കുടിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മള് ചായ കുടിച്ചിട്ട് നാളെ കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. പുതിയ ചായ കുടിച്ചിട്ട് നാളെ കാണാന്ന്. നാളെ നമുക്ക് കാണാന്ന്. അപ്പൊ ഇത് അവസാനല്ലേ പറയാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. പറയാൻ സമയം തരില്ല. ബൈ ബൈ.